എല്ലാ കാലത്തും വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചലച്ചിത്ര താരമാണ് ബാല. ഇപ്പോൾ വീണ്ടും ഒരു വിവാദം ഉണ്ടായിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യ ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്. അത് നമുക്കറിയാം, അത് ഒരു ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യമാണ് പുറത്തുവിട്ടിട്ടുള്ളത്. തൻ്റെ ജീവൻ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിന് ഉത്തരവാദി ബാലയാണെന്നാണ് പറയുന്നത്. എന്താണ് ബാലയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ തുടർച്ചയായി സംഭവങ്ങൾ നടക്കുന്നത്? ശ്രീജിത്ത് പറഞ്ഞത് തന്നെ ആദ്യം എടുത്തു പറയേണ്ടിയിരിക്കും. ഒരിക്കലും കെട്ടടങ്ങാത്ത വിവാദങ്ങളുടെ നായകനാണ് ബാല. കാരണം ഒന്ന് കഴിഞ്ഞ് ഓരോ ഭാര്യമാരും വന്ന് വിവാദങ്ങളിൽ അകപ്പെട്ട് കിടക്കുന്ന ഒരു നടൻ തന്നെയാണ് ബാല. നമുക്കറിയാം, ആദ്യത്തെ ഭാര്യ മുതൽ ഇങ്ങോട്ട് നിരവധി പ്രശ്നങ്ങളാണ് ബാല. ഇപ്പൊ ഏകദേശം കുറച്ച് നാൾ മുമ്പ് വരെ ഒന്ന് സമാധാനമായിട്ട് ഇരുന്നായിരുന്നു. കാരണം ഈ മുൻ ഭാര്യയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും സംശയമാണ്, ഇത് ഏതാണ് മുൻ ഭാര്യ എന്ന്. ഒരുപക്ഷെ അമൃതയുടെ ഡിവോഴ്സ് ഒന്നും വലിയ ജനശ്രദ്ധയൊന്നും ആയിരുന്നില്ല. പക്ഷെ പിന്നീട് എലിസബത്തിനെ കല്യാണം കഴിച്ചത്, ഇതിനിടയ്ക്ക് മകളെ കാണണമെന്നൊക്കെ ഉള്ളത് വലിയ വിവാദങ്ങളായിരുന്നു. അങ്ങനെയാണ് മകളോടുള്ള സ്നേഹമാണ് ശരിക്കും മലയാളിയുടെ മനസ്സിൽ ബാലയ്ക്ക് ഒരു വലിയ സ്ഥാനം കൊടുത്തു. പക്ഷെ മകൾ തന്നെ അത് വന്ന് തുറന്നു പറഞ്ഞതോടുകൂടി ബാലയുടെ സ്ഥാനം പോവുകയും വീണ്ടും ഉടനെ തന്നെ മറ്റൊരു എലിസബത്ത് എവിടെ പോയി എന്ന് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു കോകില എന്ന് പറയുന്ന മുറപ്പെണ്ണാണോ ബന്ധുവാണോ എന്നുള്ളത് അറിയില്ല, അവരെ വിവാഹം കഴിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എലിസബത്ത് എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളത്. കാരണം എലിസബത്തിനെ വിവാഹം കഴിച്ചില്ല എന്നുള്ളതും വരുന്നു. പക്ഷെ നമ്മൾ കണ്ടതാണ് എലിസബത്തുമായിട്ടുള്ള ഫംഗ്ഷനും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ പക്ഷേ നിയമപരമായിട്ട് വിവാഹം കഴിച്ചില്ല. പക്ഷെ അവിടെ ഒരു ചതിവ് നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. കാരണം അങ്ങനെ ലോകം അറിയാതെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോവുകയും എല്ലാവരുടെയും മുമ്പ് എൻ്റെ ഭാര്യ എന്ന് പറയുകയും വീഡിയോ ലൈവിലൊക്കെ വന്നിട്ട് എൻ്റെ ഭാര്യ എന്ന് ചേർത്ത് പിടിക്കുകയും ചെയ്ത് ഫംഗ്ഷനൊക്കെ നടത്തുകയൊക്കെ ചെയ്ത എലിസബത്ത് പിന്നീട് ഭാര്യയല്ല, ഞാൻ നിയമപരമായിട്ട് വിവാഹം കഴിച്ചില്ല എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അവർ സെപ്പറേറ്റഡ് ആയതിനു ശേഷം അത് കേൾക്കുന്ന ഒരു സ്ത്രീയുടെ വികാരമുണ്ട്. കാരണം ഇത്രയും നാളും കൂടെ താമസിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു വീഴ്ചയിൽ പോലും അദ്ദേഹത്തിന് സർജറിയും അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ ഒരു പക്ഷേ ഇല്ലാതാകുന്ന നിമിഷങ്ങളിൽ പോലും അദ്ദേഹത്തിന് ചേർത്ത് പിടിച്ച ഭാര്യ തന്നെയാണ് എലിസബത്ത്. അപ്പോൾ അതിനുശേഷം മറ്റൊരു സ്ത്രീ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ വിവാഹമൊന്നും എലിസബത്തിനെ കല്യാണം കഴിച്ചിട്ടില്ല, എൻ്റെ കൂടെ താമസിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ആ സ്ത്രീ പിന്നെ ആരെന്നൊരു ചോദ്യം സ്വയം അവരുടെ മനസാക്ഷിയോട് ചോദിക്കുന്ന ഒരു ഇതുണ്ട്. ഒരു പെണ്ണിനും അത് സഹിക്കാൻ പറ്റത്തില്ല. കാരണം ഭാര്യ എന്നതിനപ്പുറം അതിന് പല അർത്ഥങ്ങൾ സമൂഹം നൽകും. പക്ഷെ പിന്നീടുള്ള ഒരു ജീവിതത്തിന് അവർക്ക് വഴിമുട്ടിയിരിക്കും. പിന്നെ ഇതിനിടയ്ക്ക് പല വിവാദങ്ങളാണ് എലിസബത്തിനെ പറ്റി പറഞ്ഞിരുന്നത് ബാല. കാരണം ഡിവോഴ്സിന് ശേഷം ഈ എലിസബത്ത് എന്തിനാണ് ഈ ബാലയെ കുറിച്ച് വീണ്ടും വീണ്ടും അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ടല്ലോ? അല്ല, ആദ്യം എലിസബത്തിനെ പറ്റിയായിരുന്നു. ആദ്യം ഈ ബാല ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കും. അതും അമൃതയ്ക്കാണെങ്കിലും എല്ലാവർക്കും ചെറിയൊരു ഇത് ഇട്ട് കൊടുക്കും, ഒരു ജനശ്രദ്ധയെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആദ്യമൊന്നും എലിസബത്ത് വലിയ രീതിയിൽ ബാലയുടെ വിവാഹത്തിന് ശേഷം ഒന്നും എലിസബത്ത് പ്രതികരിച്ചിരുന്നില്ല. എനിക്ക് എൻ്റെതായ വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, കാരണങ്ങൾ വേറെയാണ്, ഞാനൊന്നും തുറന്നു പറയുന്നില്ല എന്നൊക്കെ പലപ്പോഴും വീഡിയോകളിൽ പല രീതിയിൽ പറഞ്ഞെങ്കിലും ബാലയ്ക്കെതിരായിട്ട് ആദ്യമൊന്നും പറഞ്ഞിരുന്നില്ല. പക്ഷെ പിന്നീട് എലിസബത്തിനെ മോശമാക്കുന്ന തരത്തിലുള്ള ചില വാർത്തകൾ, അതായത് എലിസബത്ത് വിഷാദ രോഗിയാണെന്നും ഡിപ്രഷനിലെ മരുന്നുകൾ കഴിക്കുന്നുണ്ടെന്നും കുട്ടികളുണ്ടാകില്ല എന്നുള്ള രീതിയിലുള്ള ചില പരാമർശങ്ങൾ നടത്തിയതിന് പിന്നാലെയാണ് എലിസബത്ത് പൊട്ടിത്തെറിച്ചത്. പിന്നീടാണ് ലൈവിൽ തുടരെ അതായത് അടുപ്പിച്ച് കുറേ ദിവസങ്ങൾ എലിസബത്ത് ബാലയ്ക്കെതിരെ തിരിഞ്ഞത്. പല കേസുകളുമായിട്ട് ബന്ധപ്പെട്ടും ഗുണ്ടായിസവും പിന്നെ ഇടയ്ക്ക് മറ്റേ യൂട്യൂബർ വിഷയവും തോക്കെടുത്ത വിഷയമൊക്കെ എന്ത് ചെകുത്താന് തോക്കെടുത്ത വിഷയം. അതെ. അപ്പം പലപ്പോഴും ബാല എലിസബത്തിനെ ഫോഴ്സ് ചെയ്താണ് വീഡിയോയിലൊക്കെ കൊണ്ടുവന്ന് നിർത്തിയിരുന്നത്. നന്നായിട്ട് പീഡിപ്പിച്ചിരുന്നു, അടിച്ചിരുന്നു, ഈ പറഞ്ഞ ശാരീരിക പീഡനം അനുഭവിച്ചിരുന്നു. അപ്പൊ ഇതൊക്കെ പിന്നീട് പറയുമ്പോൾ ഇതേപോലെ തന്നെ അമൃത ഒരിക്കൽ പറഞ്ഞിരുന്നു. അപ്പൊ രണ്ട് സ്ത്രീകൾ ഒരേ ലെവലില് തങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ പിന്നെ മലയാളികൾക്ക് മനസ്സിലായി ബാല അത്ര നല്ലതല്ല എന്നുള്ളത്. ബാല ഒരുപക്ഷെ മദ്യത്തിന് അടിമയായിരിക്കാം ആ സമയത്ത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡ്രഗ്സിന് അടിമയായിരിക്കാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ത്രീ വിഷയമുള്ള ഒരു വ്യക്തിയായിരിക്കാം. എന്ത് തന്നെയായാലും വലിയ വിവാദങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഒരുവിധം ഒന്ന് കെട്ടടങ്ങിയിരുന്നു. ഈ ഇടയ്ക്ക് വിമാനാപകടം, അഹമ്മദാബാദ് വിമാനാപകടം ഉണ്ടായപ്പോൾ ബാലയുടെ പുതിയ ഭാര്യ കോകിലയും ചേർന്നിട്ട് എലിസബത്തിന് ഒന്നും സംഭവിക്കരുതെന്നും ദൈവം കൂടെ ഉണ്ടെന്നൊക്കെ ഉള്ള രീതിയിൽ
പോസ്റ്റൊക്കെ ഇട്ടിരുന്നു. പക്ഷെ അതിന് തൊട്ടു പിന്നാലെയാണ് എലിസബത്ത് ഇത്തരത്തിലൊരു അത് ഹോസ്പിറ്റലിൽ ട്യൂബ് ഒക്കെ വെച്ചിടണം. നമുക്കത് കാണുമ്പം തന്നെ അറിയാം. കാരണം അങ്ങനത്തെ ഒരു ട്യൂബ് ഇടുന്നത് ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും വിഷാംശം ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ, വയറിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോകാനുള്ള ഒരു ട്യൂബാണ് അത് ഇട്ടിരിക്കുന്നത്. അപ്പം അത്തരത്തിൽ എന്തെങ്കിലും ആത്മഹത്യാ ശ്രമമാണോ നടത്തിയത് എന്നുള്ളത് അറിയില്ല. വാർത്തകളൊന്നും പുറത്ത് വന്നിട്ടില്ല. പക്ഷേ പറയുന്നുണ്ട് എൻ്റെ മരണം അടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ മരണം സംഭവിക്കുകയാണെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദി ബാലയും ബാലയുടെ കുടുംബവുമാണ് എന്നെ ഇത്തരത്തിലാക്കിയത്. എന്ത് തന്നെയായാലും ഞാൻ ജീവിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഹോസ്പിറ്റലിലാണ്. ഒരു പക്ഷേ സൂയിസൈഡ് ചെയ്തു എന്നുള്ള നിഗമനങ്ങളിൽ എത്താം. കാരണം ആ വീഡിയോയിൽ പറയുന്ന വാക്കുകളും ഒക്കെ അത്തരത്തിലാണ് വരുന്നത്. പക്ഷേ സൂയിസൈഡിന് ശ്രമിച്ചെന്നോ ഒന്നും അതിൽ പറയുന്നില്ല. പക്ഷെ നമുക്ക് സ്വാഭാവികമായിട്ട് അത് കാണുമ്പം തന്നെ നമുക്കറിയാം. അല്ലാതെ ഒരാൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതിയല്ലോ. അത് ബാലയുടെ കുടുംബമാണ് അതിന് കാരണം എന്നുള്ള പറയണ്ടല്ലോ. എൻ്റെ മരണത്തിന് ഉത്തരവാദി ബാല എന്ന് പറയുമ്പോഴും ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയറും ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം സ്വാഭാവികമായിട്ട് സൂയിസൈഡിന് ആത്മഹത്യക്ക് എലിസബത്ത് ശ്രമിച്ചു എന്നുള്ളതാണ്. ഇനി അത് ഒരു പക്ഷേ വലിയ കുഴപ്പങ്ങൾ കാണില്ലായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ലല്ലോ. ഇനി ചിലപ്പോൾ ഈ ഒബ്സർവേഷനിലായിരിക്കാം 24 മണിക്കൂർ പക്ഷെ കുറച്ച് നാളുകളായി ചിലപ്പോൾ അറിയില്ല. കുറച്ച് നാളുകളായി ബാലയെ കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ. ബാലയും കോകിലയും ചേർന്ന് ഒരു ഇൻസ്റ്റാഗ്രാം പേജൊക്കെ തുടങ്ങി, അവർ കുക്കിംഗ് വീഡിയോ ഒക്കെ തുടങ്ങി വളരെ ഹാപ്പി ആയിട്ട് തന്നെ അവർ മുന്നോട്ട് പോകുന്നുണ്ട്. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. മാമ എന്നൊക്കെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഇടയിൽ പിന്നീട് ഒരു പ്രതികരണങ്ങളൊന്നുമില്ല. പിന്നെ എലിസബത്തിന് പെട്ടെന്ന് എന്താണ് ഇത്തരത്തിലുള്ള പ്രകോപനം ഉണ്ടായത് എന്നുള്ള അറിയില്ല. ഒരുപക്ഷെ കേസുകൾ കൊടുത്തിരുന്നു, കോടതിയിൽ കേസ് കൊടുത്തിരുന്നു, DGPക്ക് മുഖ്യമന്ത്രിക്ക് അപേക്ഷ അയച്ചിരുന്നു. ഇതിനൊന്നും ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ തനിക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ളതാണ് എലിസബത്ത് പറയുന്നത്. കാരണം എപ്പോഴും സ്ത്രീപക്ഷത്താണ് നിയമം എന്ന് പറയുന്നിടത്ത് സ്ത്രീകൾക്ക് അത് അനുകൂലം. അത് ഒരു പക്ഷേ ശരിയായിരിക്കാം. അത് പല കേസുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ചില കേസുകളിൽ ഒരു സ്ത്രീപക്ഷമായിട്ടുള്ള നമ്മുടെ രാജ്യം, പക്ഷെ പലപ്പോഴും ചില കേസുകളൊക്കെ പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാർ ചില കേസുകൾ ചില ആനുകൂല്യങ്ങൾ ഒരു പക്ഷേ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം സ്ത്രീകൾക്ക് വേണ്ടുന്ന നിയമം അനുകൂലമല്ലാണ്ട് പോകുന്നത്. ഇപ്പോൾ ഇത്തരത്തിൽ ബാലയ്ക്കെതിരെ പറയുന്നത് പണമുള്ളവന് ആ രീതിയിൽ ഉള്ള ഇത്, എനിക്ക് പണമില്ലാത്തത് കൊണ്ടാണ്, പണം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് നീതി കിട്ടിയേനെ എന്നും എലിസബത്ത് പറയുന്നുണ്ട്. അപ്പോൾ ബാലയുടെ പണമാണോ അല്ലെങ്കിൽ ബാലയുടെ സ്വാധീനമാണോ ഈ പറഞ്ഞ എലിസബത്തിന്റെ കേസുകൾ മുന്നോട്ട് പോകാത്തത് എന്നുള്ളത് അറിയില്ല. DGPക്കും അതേപോലെ കോടതിയിൽ 2 or 3 തവണ വിളിപ്പിച്ചിട്ടും ബാലയോ വക്കീലോ ഹാജരായിട്ടില്ല. അപ്പോൾ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള ഒരു പക്ഷേ കോടതിയും കേസും ഇതൊക്കെ ആയിട്ട് പോയിട്ട് എങ്ങൊന്നും ഒരു നീതി തനിക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു വിഷമം കൊണ്ടായിരിക്കാം അവർ ഒരു ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്കായാലും തോന്നും. കാരണം അവർ പറയുന്നത് കൃത്യതയുണ്ട്, സത്യസന്ധമായിട്ടുള്ള. കാരണം എലിസബത്തിന് പുറമെ ഒരു സോഷ്യൽ മീഡിയ ഫാൻസ് ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരി വളരെ ശാന്തതയുള്ളൊരു വ്യക്തി, ഒരു ഡോക്ടർ കൂടിയാണ്. അപ്പോൾ പുള്ളിക്കാരി അങ്ങനെ അനാവശ്യമായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരാളെ തെറ്റിദ്ധരിപ്പിക്കാനോ ഒരാളുടെ ഇത് അങ്ങനെയൊന്നുമില്ല. പക്ഷേ പറയുന്നത് കുറച്ച് വാസ്തവമുണ്ട്, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. തെളിവ് സഹിതം പല കാര്യങ്ങളും പുറത്തു വിട്ടിട്ടുണ്ട് ബാലയുടെ. അപ്പം അത്തരത്തിൽ ഒരു പക്ഷേ നീതി കൊടുക്കാമായിരുന്നു. ഇപ്പോൾ പോലീസ് കേസ് അന്വേഷണമൊന്നും വന്നിട്ടില്ല. ഒരു വട്ടം കണ്ടോ പോലീസ് വന്ന് അന്വേഷിച്ചു, പിന്നീട് ഒരു ഇതുകൊണ്ടല്ല. അപ്പോൾ ഒരു സ്ത്രീ ഇത്രയും ഫേസ്ബുക്ക് ലൈവ് കേസും ഒക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ നീതിന്യായ വകുപ്പ് അല്ലെങ്കിൽ നമ്മുടെ കോടതി, നമ്മുടെ പോലീസ്, നമ്മുടെ മുഖ്യമന്ത്രി ഇതൊക്കെ എവിടെ പോയി എന്നൊരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഇര എന്നുള്ള രീതിയിൽ സമൂഹത്തിന് മുമ്പിൽ എന്നാൽ കാണിച്ചു കൊടുക്കാം, എൻ്റെ ജീവൻ നാളെ ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളൊരു ഇതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ എൻ്റെ മരണശേഷവുമെങ്കിലും ഇതിന് എനിക്ക് നീതി കിട്ടട്ടെ എന്നുള്ള ഇതിലായിരിക്കാം ചിലപ്പോൾ ഇത്തരത്തിൽ അവർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ആത്മഹത്യ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു നിഗമനം. കാരണം അല്ലെങ്കിൽ ബാലയ്ക്കെതിരെ എൻ്റെ മരണത്തിന് ഉത്തരവാദി ഇന്നയാളെന്ന് പറയണ്ടല്ലോ. ആത്മഹത്യ ചെയ്യുന്ന ഒരു വ്യക്തി മാത്രമേ അത് പറയത്തുള്ളൂ. അല്ലാതെ ഒരു രോഗം വന്നാലോ മറ്റെന്തെങ്കിലും കാരണത്താലോ ഭർത്താവിനെ കുറ്റപ്പെടുത്താൻ അല്ലെങ്കിൽ മുൻ ഭർത്താവിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അപ്പോൾ എന്ത് തന്നെയാലും വല്ലാത്തൊരു അവസ്ഥയാണ്. നല്ലൊരു പെൺകുട്ടിയായിരുന്നു, ജീവിതം പോയി. അത് ബാല കാരണമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാലയ്ക്ക് ജന്മം അത് നല്ലൊരു രീതിയിൽ അദ്ദേഹത്തിന് മുൻപോട്ട് പോയില്ല. കാരണം ഒരാളെ ചതിച്ചും വെട്ടിച്ചൊന്നും ആരും ഇന്നൊന്നും നേടിയിട്ടില്ല. അപ്പം എന്തായാലും നീതി എലിസബത്തിന് കിട്ടട്ടെ. എലിസബത്തിൻ്റെ ഭാഗമാണ് ശരിയെങ്കിൽ നീതി കിട്ടട്ടെ. എത്രയും വേഗം അസുഖങ്ങളൊക്കെ സുഖമായി അല്ലെങ്കിൽ ആരോഗ്യവതിയായിട്ട് തിരിച്ചു വരട്ടെ.